കുറേ ദിവസമായി കേട്ടോ ആദ്യം കാർത്തിയും ചോദിക്കുന്നത് ടെസ്റ്റ് മേടിക്കാൻ പോകുന്നില്ലേ എന്ന്. അങ്ങനെ ആ സ്കൂളിൽ നിന്നുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും, ചെല്ലണം, ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മളെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ദേണ്ട ഗോതമ്പ് ദോശ കേട്ടോ. ഇവിടെ ഗോതമ്പ് ദോശയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ ഗോതമ്പ് ദോശ വെക്കുമ്പോൾ സാമ്പാർ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ടി ഒരു സാമ്പാറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മുടെ വിഷുവിന് വെച്ച വെള്ളരിക്കയും മത്തങ്ങയും ഇതുവരെ ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ. അത് തീരുന്നിടത്തോളം കാലം ഞാൻ സാമ്പാർ വെക്കും കേട്ടോ. അങ്ങനെ ഇന്ന് തട്ടിക്കുട്ടി സാമ്പാറിന് നല്ല ടേസ്റ്റായിരുന്നു. എപ്പോൾ വെച്ചാലും തട്ടിക്കുട്ടി സാമ്പാറിനാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. രാവിലത്തെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ചെടിയൊക്കെ ഒരുവിധം വാടി നിൽക്കുക കേട്ടോ. ഇന്ന് അങ്ങോട്ട് വന്ന് ഒന്ന് നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. രാവിലെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ വണ്ടിയൊക്കെ എടുത്തു നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് കാർത്തിയുടെയും ആദ്യയുടെയും സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും. വീട്ടിൽ നിന്ന് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വണ്ടിയിലിരുന്ന് കാർത്തി ആദ്യം ഉറങ്ങും കേട്ടോ. അതുപോലെ തന്നെ ആദ്യക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. പിന്നെ ദാഹിക്കുന്നു, വിശക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പോയ വഴി ഒരു നാരങ്ങാവെള്ളമൊക്കെ ഏട്ടൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ സ്കൂളിലോട്ട് പോകട്ടോ. അപ്പോൾ ഇന്ന് 5ാം ക്ലാസ്സിൻ്റെയും 1ാം ക്ലാസ്സിൻ്റെ ബുക്ക് ടെസ്റ്റ് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ സ്കൂള് കുറച്ച് നമ്മുടെ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും മുകളിൽ പോയി ഫീസൊക്കെ അടച്ചതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ താഴോട്ട് വന്നു കേട്ടോ. ഇനി ഇവിടെയാണ് അവരുടെ ബുക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അവിടുന്ന് ബുക്കും കാര്യങ്ങളൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ക്യൂ നിന്നിട്ട് വേണം പൈസ അടിച്ച് ബുക്കും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ പോവുക കേട്ടോ. ഏട്ടൻ നമ്മളെ ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് ആ ഒരു സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നല്ല വെയിൽ കേട്ടോ. എൻ്റെ ചെടിയൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോയതുകൊണ്ട് വലിയ വാട്ടവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നാളെ കാണാം, ബൈ.